പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പോരാളികളെ കുറിച്ചിട്ടാണ്. അതെ, മുംബൈ ഇന്ത്യൻസ് നീലക്കുപ്പായക്കാരെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളുടെ ചർച്ച. ഈ 2026 IPL സീസൺ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ സാധ്യത 11ഉം ശക്തി ദൗർബല്യങ്ങളും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏതായാലും IPL തുടങ്ങാൻ പോലെ അപ്പോൾ മുംബൈ തന്നെ ആവട്ടെ. മുംബൈ എൻ്റെ ഒരു ഫേവറേറ്റ് ടീമാണ്. അപ്പോൾ നമുക്ക് മുംബൈയെ പറഞ്ഞു തുടങ്ങാം. മുംബൈയിലെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് രോഹിത് ശർമ്മ, നമുക്ക് അതിനും തുടങ്ങാം. സച്ചിന് ശേഷം മുംബൈ ഇന്ത്യൻസിൽ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പേരാണ് രോഹിത് ശർമ്മ. സച്ചിന് ശേഷം രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമ്പോൾ ഷെൽഫിൽ ഒരു കിരീടം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്യാപ്റ്റൻസി ഒഴിയുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്റ്റൻസി രോഹിത്തിൽ നിന്ന് മാറ്റുമ്പോൾ ആ ഷെൽഫിൽ 5 കിരീടങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം രോഹിത് ശർമ്മയുടെ പവറും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലെ മികവും മനസ്സിലാക്കാം. ഒറ്റയ്ക്ക് പടം നയിച്ച് ജയിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് രോഹിത് ശർമ്മ എന്ന് നമുക്ക് അറിയാം. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ പ്രായം എന്ന ഒരു നമ്പർ അദ്ദേഹത്തെ തളർത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെ നമ്പറിൽ മാത്രമേ തളർത്തിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പലവട്ടം അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അമരത്ത് തുടക്കത്തിൽ ഒറ്റയനായി രോഹിത് ശർമ്മ അവിടെ ഉണ്ടാവും. പിന്നെ ക്വിൻ്റൻ ഡിക്കോക്ക് ആയിരിക്കും മിക്കവാറും രോഹിത് ശർമ്മയ്ക്ക് കൂട്ടാളിയായിട്ട് വരാം. ഈ താരലേലത്തിൽ 1 കോടി വിലയ്ക്കാണ് ക്വിൻ്റൻ ഡിക്കോക്കിനെ മുംബൈ ഇന്ത്യൻസ് താവളത്തിലേക്ക് എത്തിച്ചത്. വ്യക്തമാണ് ക്വിൻ്റൻ ഡിക്കോക്ക് രോഹിത് ശർമ്മ കൂട്ടുകെട്ട്. കപ്പെടുത്ത മുംബൈ ഇന്ത്യൻസിലെ പല തേരോട്ടങ്ങളിലും മുന്നിൽ നിന്ന് നയിച്ച 2 പേർ ക്വിൻ്റൻ ഡിക്കോക്ക്, രോഹിത് ശർമ്മ. ഡിക്കോക്ക് തൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും പേടിക്കാവുന്ന ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ്. ഒരു വിൻറ്റേജ് പാർട്ണർഷിപ്പ് തന്നെ നമുക്ക് പറയേണ്ടി വരും രോഹിത് ശർമ്മയും ക്വിൻ്റൻ ഡിക്കോക്കും. 3-ാം നമ്പറിൽ വരുന്നത് ഇന്ത്യൻ 2020 ടീമിൻ്റെ നായകനായ സൂര്യകുമാർ യാദവാണ്. കഴിഞ്ഞ ലോകകപ്പിൽ നിറമങ്ങിയ സൂര്യകുമാർ യാദവിനെ ഫോം വീണ്ടെടുക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ് ഈ IPL കൈവരുന്നത്. അത് കൃത്യമായി സൂര്യ വിനിയോഗിക്കും എന്നാണ് നമുക്ക് പറയാം. കാരണം IPL 2020 ക്രിക്കറ്റിനേക്കാൾ ഒന്നും കൂടി ബെറ്ററാണ്, അല്ലെങ്കിൽ ബെറ്ററാക്കാൻ കളിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം കൂടുതൽ കളികൾ അവർക്ക് ലഭിക്കുന്നു. ഒരു സീസൺ തന്നെ 12 അല്ലെങ്കിൽ 13, 14 കളികളോളം IPL ലഭിക്കുമ്പോൾ ഒരു കളി മങ്ങിപ്പോയാലും അടുത്ത കളി അവർക്ക് മെച്ചപ്പെടുത്താനുള്ള സാധ്യത അതിലുണ്ട്. അത് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ ദേശീയ ക്രിക്കറ്റിനേക്കാൾ IPL ഒന്നും കൂടി കളിക്കാർക്ക് ബെറ്ററാണ്. അവർക്ക് ഫോം കണ്ടെത്താനും അത് തിരിച്ചു പിടിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യവും സന്ദർഭവും അവസരങ്ങളും കൂടുതൽ IPL നിന്ന് കിട്ടുന്നുണ്ട്. 3-ാം നമ്പറിൽ സ്കൈ ഫോം വീണ്ടെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 4-ാം നമ്പറിൽ മിക്കവാറും ഇറങ്ങുക തിലക് വർമ്മയാണ്. തിലക് വർമ്മ വേൾഡ് കപ്പിൽ തുടക്കത്തിൽ കുറച്ച് പാളിയെങ്കിലും അവസാനത്തിൽ വലിച്ചടിക്കുന്ന ബോളർമാരെയൊക്കെ അടിച്ച് അപ്പുറം കടത്തുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തിലക് വർമ്മ 4-ാം സ്ഥാനത്ത് ഇറങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നെ വരുന്നത് മിക്കവാറും നമ്മുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇപ്പോഴും മിക്കവാറും ഫിനിഷറിൻ്റെ റോളും തന്നെ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഫിനിഷർ റോളിൽ അദ്ദേഹം വേൾഡ് കപ്പിൽ കാഴ്ചവെച്ച പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കാരണം കൊണ്ട് മിക്കവാറും ഫിനിഷർ എന്ന റോളിലായിരിക്കും മിക്കവാറും ഹാർദിക് പാണ്ഡ്യ ഇറങ്ങുക. പിന്നെ അദ്ദേഹത്തിൻ്റെ ബോളിങ്ങും ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചതാണ്. ഒരു ക്യാപ്റ്റൻസി എന്ന നിലയിലും കൂടി ഒന്നുകൂടി കാര്യമായിട്ട് കഴിവ് തെളിയിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഒരു കപ്പ് നേടിത്തരാൻ പറ്റും എന്നെനിക്ക് ഉറപ്പാണ്. പിന്നെ കുറച്ചധികം കളിക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽ ജാക്സ് ഉണ്ട്. ഇംഗ്ലണ്ടിൻ്റെ വേൾഡ് കപ്പിൽ തകർത്ത് കളിച്ചാണ്, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തൻ്റെ കഴിവ് എന്താണെന്ന് തെളിയിച്ചതാണ് ഫിൽ ജാക്സ്. പിന്നെ ന്യൂസിലാൻഡ് നായകൻ മിച്ചൽ സാറ്റ്നർ തുടങ്ങിയിട്ടുള്ള കളിക്കാരും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഏത് പൊസിഷനിൽ കളിപ്പിക്കണം അല്ലെങ്കിൽ ഇതിൽ ആരെ ഉൾപ്പെടുത്തുന്നൊക്കെ ഉള്ളത് അന്തിമ തീരുമാനം മാനേജ്മെൻറ്റിൻ്റെ ആയിരിക്കും. പിന്നെ അപ്പോൾ ബാറ്റ്സ്മാൻമാരുടെ ഇന്നലെ ഫിൽ ജാക്സ് പിന്നെ ഓൾറൗണ്ടറായിട്ട് മാത്രമല്ല മുൻനിര ബാറ്ററായിട്ടും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായിട്ടും ഫിനിഷറായിട്ടും ഒക്കെ കളിപ്പിക്കാൻ പറ്റിയ കളിക്കാരനാണ് ഫിൽ ജാക്സ്. അത് കാരണം കൊണ്ട് അദ്ദേഹത്തെ ടീമിന് ഏത് സാഹചര്യത്തിൽ അനുയോജ്യമായി വരും എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മിക്കവാറും കളിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ നമൻദീർ ഉണ്ട്. അങ്ങനെ കുറച്ച് ബാറ്റ്സ്മാൻമാരും ബോഷ് ഉണ്ട്, ഒരു ഓൾറൗണ്ടറായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ. അപ്പോൾ അദ്ദേഹത്തൊക്കെ ഏത് ലെവലിൽ കളിപ്പിക്കണം, എപ്പോൾ ഇറക്കണം എന്നുള്ള ലെവലിലൊക്കെ നോക്കണം. കാരണം 4 ഓവർസീസ് പ്ലേയേഴ്സേ പാടുള്ളൂ. അപ്പോൾ ഏതൊക്കെ കളികളിൽ ഏതൊക്കെ സിറ്റുവേഷനിൽ ആരൊക്കെ ഇറക്കണം എന്നുള്ളത് മാനേജ്മെൻറ്റ് ഒരു തലവേദന ആവാനുള്ള സാധ്യതയും ഉണ്ട്. ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ വലിയ തലവേദന ഒന്നും ഇല്ല. BBC എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ബുംറ, ബോൾട്ട്, ചഹർ ഈ 3 പേരും
ബോളിങ്ങിൻ്റെ കുന്തമുനകളായിട്ടുണ്ട്. അതിൽ 4 ഓവർ ബുംറയുടെ ഷുവറായിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓവറാണ്. ഏത് പിച്ചിലായാലും ഏത് വിക്കറ്റിലായാലും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നു, അല്ലെങ്കിൽ ക്ലച്ച് വിക്കറ്റ് നേടുന്നതിലും ബുംറ മിടുക്കനാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടു. ഇന്ത്യ വേൾഡ് കപ്പ് വിജയത്തിലെത്തിച്ച കളിക്കാരിൽ ഒരു മികച്ച കളി കാഴ്ചവെച്ചത് ബുംറ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് 4 ഓവർ വളരെ നിർണായകമാണ്. ബോൾട്ട് പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കും പേടിക്കാവുന്നൊരു ഓപ്പണിംഗ് സ്പെൽ തന്നെയായിരിക്കും ബോൾട്ടിൻ്റെ. ദീപക് ചഹാർ പിന്നെ സിംഗുകളോട് കൂടി എറിയുമ്പോൾ അദ്ദേഹത്തെയും പേടിക്കുക വേണം. പക്ഷേ അടി കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളൊരു ബോളറാണ് ദീപക് ചഹാർ. ഈ 3 പേർ തുടക്കത്തിൽ എറിയുമെങ്കിലും മധ്യ ഓവറുകളിൽ ഫിൽ ജാക്സോ അല്ലെങ്കിൽ മിച്ചൽ സാന്റ്നറുടെയോ സ്പിൻ ത്രയം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാർക്കണ്ഡെ പോലെയുള്ള കളിക്കാരൊക്കെ അവിടെയുണ്ട്. അത് കാരണം കൊണ്ട് ഇന്ത്യൻ സ്പിന്നറായിട്ട് അദ്ദേഹം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ അശ്വിനി കുമാർ ഒരു ഫാസ്റ്റ് ബോളറാണ്. അദ്ദേഹത്തെയും കൃത്യമായി ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ മുംബൈ ഇന്ത്യൻസിന് സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ കളിക്കാരുടെ ഏകദേശ രീതി. പിന്നെ അഡീഷണലായിട്ട് ഫോറിൻ പ്ലെയേഴ്സ് ആയിട്ടുള്ള റുദർഫോർഡ് വരുന്നുണ്ട്, കോണി ബോഷ് വരുന്നുണ്ട്, പിന്നെ ഫിൽ ജാക്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു, മിച്ചൽ സാന്റ്നർ ഓൾറെഡി പറഞ്ഞു. ഇങ്ങനെ കുറേ അധികം ഓവർസീസ് പ്ലെയേഴ്സും പിന്നെ കടന്നു വരുന്നുണ്ട്. ഇനി ഓപ്പണിങ്ങിൽ ഇനിയിപ്പോൾ എങ്ങാനും കിൻഡൻ ഡീക്കോക്കിന് പരിക്കോ അല്ലെങ്കിൽ ഫോമില്ലായ്മയോ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ പരീക്ഷിക്കാവുന്ന വേറെ കളിക്കാരനാണ് റിക്കൾട്ടൺ. കഴിഞ്ഞ സീസണിൽ രോഹിത് ശർമ്മയുടെ കൂടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പങ്കിട്ട വ്യക്തിയാണ് റിക്കൾട്ടൺ. മോശമില്ലാത്ത കളി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എന്തായാലും ഡീകോക്കിന് തന്നെയായിരിക്കും പ്രഥമ പരിഗണന. എന്നാൽ അദ്ദേഹം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ റിക്കൾട്ടനായിരിക്കും സാധ്യത വീഴുക. ഒരു മുംബൈ ഇന്ത്യൻസിൻ്റെ കളി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മുംബൈ ഇന്ത്യൻസിന് എല്ലാ വിജയാശംസകളും നേടുന്നു. കൂടാതെ രോഹിത് ശർമ്മ തുടങ്ങി അവസാനം വരെയുള്ള ഈവൻ ബോളേഴ്സായി പോലും നല്ല പ്രകടനം കാഴ്ചവെക്കട്ടെ. നല്ലൊരു കളി തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ.